സംഘികളുടെ ടൈമാണ് ടൈം. വെറും 3 സീറ്റ് കൊണ്ടല്ലേ അവന്മാർ കേരളം ഭരിക്കുന്നത്. 100 ദിനങ്ങൾ പൂർത്തിയാക്കുന്ന വി.ഡി. സതീശൻ സർക്കാരിന്റെ ഏറ്റവും വലിയ ഭരണ നേട്ടം. ബി.ജെ.പി. കൗൺസിലറായ സുഗതന് അനുകൂലമായിട്ടുള്ള സർക്കുലർ നൽകിയ വിഷയത്തിൽ അതൃപ്തിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മന്ത്രി അറിയാതെയാണ് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ സുഗതന് അനുകൂലമായ നടപടി സ്വീകരിച്ചത്. കാപ്പ കേസ് പ്രതിയും ബി.ജെ.പി. കൗൺസിലർ കൂടിയായ സുഗതന് അനുകൂലമായ സർക്കുലർ ഇറക്കിയത് ആരാ? അടുത്ത സംഖ്യയെ സതീശൻ സർക്കാർ സൂചിപ്പിക്കുന്നത് കാണാം. ജന്തർ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ അറസ്റ്റിലായ ടി.ജി. മോഹൻദാസിന് സൈബർ പോലീസിന്റെ വീഴ്ചയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രതിക്ക് ആദ്യം നോട്ടീസ് നൽകണമെന്ന സുപ്രീം കോടതിയുടെ നിർബന്ധിത നിർദ്ദേശം പാലിച്ചില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സുപ്രീം കോടതിയുടെ ഉപാധികൾ പാലിക്കാതെ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് പുള്ളി കൂളായി ജാമ്യത്തിലും ഇറങ്ങി. സംഘി മോഹൻദാസിന് അനുകൂലമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് ആരാ? വേറൊരു സംഘി ക്രിമിനലിനും ഇതുപോലെ സതീശൻ സർക്കാർ ആവുന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പാലത്തായി പോക്സോ കേസിൽ പ്രതി പത്മരാജന്റെ ശിക്ഷാവിധി മരവിപ്പിച്ച ഹൈക്കോടതി പ്രതിക്ക് ജാമ്യവും അനുവദിച്ചിട്ടുണ്ട്. യു.ഡി.എഫ്. സർക്കാർ നിയോഗിച്ച പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ചകളാണ് പോക്സോ കേസ് പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് കോടതി തന്നെ പറയുന്നുണ്ട്. സതീശൻ സർക്കാർ തുറന്നിട്ട് കൊടുത്ത പഴുതുകളിലൂടെ പത്മരാജൻ പുറത്തിറങ്ങുന്നു. കൊടും ക്രിമിനലുകളെന്ന് ഉറപ്പിച്ചു പറയാവുന്ന 3 സംഘികൾ കേരളത്തിൽ യു.ഡി.എഫ്. സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് മാത്രം പുറത്തിറങ്ങി വിലസി നടക്കുന്നു. പൂക്കിമേനോൻ സതീശൻ സാറിന്റെ 100 ദിനങ്ങൾക്ക് ഇതിലും വലിയ പൊന്തൂവൽ എന്താണ് വേണ്ടത്?